അയ്യപ്പേട്ട, വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മനോജ് എബ്രഹാമിനെ നിയമിച്ചതിന് പിന്നിൽ ചില കളികൾ നടക്കുന്നുണ്ട്. ആ കളികൾ ചില പ്രമുഖർക്ക് വേണ്ടിയാണ്, തലയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. കാരണം ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞു പോയ ഉദ്യോഗസ്ഥൻ അവരുടെ കണ്ണൂരിലെ ധീര സഖാവിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയതാണ്. അവരുടെ ധീര സഖാവിനെ പറഞ്ഞത് ഇങ്ങനെയാണ്, അവരുടെ ധീര സഖാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആരെ? യോഗേഷ് ഗുപ്തയെ. എന്നിട്ട് മനോജ് എബ്രഹാമിനെ കൊണ്ട് വെക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലേ ചോദിച്ചത്. മനോജ് എബ്രഹാമിനെ കൊണ്ട് വെക്കുന്നത് PP ദിവ്യയെ രക്ഷിക്കാനൊന്നുമല്ല. മനോജ് എബ്രഹാമിനെ കൊണ്ട് വെക്കുന്നത് തലയുടെ മകളുടെ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ എന്ന പോരാളി എന്ന MLA മാത്യു കുഴൽനാടൻ കൊടുത്തിരിക്കുന്ന ഒരു ഹർജിയുണ്ട് കോടതിയിൽ. അതായത് റിവ്യൂ പെറ്റീഷനാണ്. വിജിലൻസിൽ ചോദിച്ചപ്പോൾ രേഖകളൊന്നും കൊടുത്തില്ല. ഇവിടെ ഒരു ഇങ്ങനെ പറഞ്ഞ പോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന മറുപടി കൊടുത്ത ഓർമ്മയുണ്ടല്ലോ വിജിലൻസിൽ. അതൊരു ആഘോഷമാക്കിയതുണ്ടല്ലോ. അന്ന് യോഗേഷ് ഗുപ്ത ആയിരുന്നു വിജിലൻസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ കളിച്ചിട്ട് യോഗേഷ് ഗുപ്തയെക്കാളും വലിയ ആൾക്കാർ കളിച്ചിട്ടാണ് ആ പേപ്പർ തിരിച്ചയച്ചത്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് കുഴൽനാടൻ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ആ റിവ്യൂ പെറ്റീഷൻ വിജിലൻസ് കോടതി പരിഗണനയിൽ നിൽക്കുവാണ്. വിജിലൻസ് കോടതി പരിഗണനയിൽ നിൽക്കുമ്പോഴാണ് മനോജ് എബ്രഹാം ഇപ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇനി തള്ളുകയോ മറ്റോ ഉണ്ടായാൽ ആ തള്ളാൻ തന്നെയായിരിക്കും മിക്കവാറും സാധ്യത. അങ്ങനെ ആ റിവ്യൂ പെറ്റീഷൻ തള്ളുമ്പോൾ അതിന്മേൽ ഹൈക്കോടതി ഇപ്പോൾ കേരള സർക്കാരിനോട് അഴിമതി നിരോധന നിയമപ്രകാരം അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഇവിടെ ആളിരിക്കുമ്പോൾ മനോജ് എബ്രഹാം എന്ന് പറയുന്നത് കോടിയേരിയിൽ ഏറ്റവും വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഇവിടുന്ന് ഇസ്രയേലിൽ അയച്ചിരുന്നു അവിടുത്തെ രഹസ്യാന്വേഷണ സംഘത്തിന്റെ മൊസാദിനെ കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ഇത്തരത്തിൽ കോൺഗ്രസ് ആയാലും CPM ആയാലും UDF ആയാലും LDF ആയാലും അവർക്ക് വേണ്ടപ്പെട്ട പോലീസ് ഓഫീസർമാർ അവരുടെ കഷത്തുണ്ടാവും. അപ്പോൾ യോഗേഷ് ഗുപ്തയെ മാറ്റിയത് മകളുടെ കേസിൽ എന്ത് ആഘോഷമായിരുന്നു. വിജിലൻസ് തള്ളി മാത്യു കുഴൽനാടൻ ഇവിടുത്തെ ചോട്ട നേതാക്കൾ പറഞ്ഞു. ഏത് മാത്യു കുഴൽനാടൻ? നമ്മളെ പിണറായിയുടെ മോളെ ഒരു ചുക്കും ചെയ്യൂല. മണ്ടന്മാരെ പിന്നെ മറ്റു വശങ്ങളെക്കുറിച്ച് മണ്ടന്മാർക്ക് അറിയില്ലല്ലോ. മണ്ടന്മാർ പറയണ വേദവാക്യം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ മണ്ടന്മാർ അന്തം കമ്മികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഈ പറയുന്ന രീതിയിൽ ഹൈക്കോടതി വിജിലൻസ് കോടതിയിൽ നിന്ന് നേരെ ഹൈക്കോടതിയിലേക്ക്, ഹൈക്കോടതി എന്തായാലും പറയാം അന്വേഷിക്കണം. കാര്യം നിയമത്തിന്റെ വഴിക്ക് പോകണമല്ലോ. ഈ ഉദ്യോഗസ്ഥ കളികളൊന്നും അവർക്കറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കാൻ പറഞ്ഞാൽ സർക്കാരിന് ബാധ്യതയുണ്ട് അന്വേഷിക്കാൻ. അപ്പോൾ ഇരിക്കുന്ന ആൾ ഇദ്ദേഹം ആവുമ്പോൾ കുഴപ്പമില്ല, അത് എല്ലാം സേഫ്. അപ്പോൾ കേരളത്തിൽ നിന്ന് അല്ലെ മകൾക്ക് അച്ഛൻ ഭരിക്കുമ്പോഴത്തേക്ക് അത് കിട്ടണ്ടേ? അച്ഛൻ്റെ അല്ലേ? തീർച്ചയായിട്ടും മകള് സംരക്ഷിക്കണം. അപ്പോൾ അദ്ദേഹം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മനോജ് എബ്രഹാമിനെ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പോലീസ് തലപ്പത്തുണ്ടായിരിക്കുന്ന അഴിച്ചുപണിയിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എക്സൈസ് കമ്മീഷണറായിട്ട് അജിത് കുമാറിനെ വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അജിത് കുമാറിനെ വെച്ചു എന്നുള്ളത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന പോലെ ഭരണം തീരാൻ 10 മാസം. അപ്പോ എന്തുകൊണ്ടും ഈ പറയുന്ന രീതിയിൽ അജിത് കുമാറിനെ കൂടെ തള്ളി DGP ആക്കാനുള്ളവരുടെ പേരിന്റെ കൂട്ടത്തിൽ കയറ്റി വിടുമ്പോൾ മനോജ് എബ്രഹാമും ഉണ്ട്, ADGP അദ്ദേഹത്തിന്റെ പേരും ഉണ്ട്. അതില് മറ്റൊരു കാര്യം, പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രി K. രാജൻ ഈ ADGP MR അജിത് കുമാറിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നാലെയാണ് ഈ മാറ്റം കൂടി ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോ ഈ DGP ഇപ്പൊ സ്ഥലം മാറുകയും ഇതിലും ഒക്കെ കൂടി, അതായത് അജിത് കുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ലെന്ന് അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് ഈ സർക്കാർ അംഗീകരിച്ചല്ലോ. അതായത് കഴമ്പില്ല എന്ന് പറഞ്ഞാലാണല്ലോ ആ റിപ്പോർട്ട് അംഗീകരിക്കൂ. അപ്പൊ ആ റിപ്പോർട്ട് അംഗീകരിച്ചു. ഇനി ഉള്ളത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടാണ്, അന്വേഷണമാണ് നടക്കുന്നത്. ഇനി അതിന്റെ റിപ്പോർട്ട് ത്രിതല റിപ്പോർട്ടാണ്. അപ്പൊ അത് ത്രിതല അന്വേഷണമാണ് നടക്കുന്നത്. അപ്പൊ അതിൽ കൂടി ഇനി കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന MR അജിത് കുമാറിന്റെ കാര്യം സേഫ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിനുള്ള ഒരു കളിയും കൂടി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഗെയിമും കൂടെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ വിജിലൻസ് തലത്തിലും അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറ്റി എക്സൈസിലോട്ട് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് ബറ്റാലിയന്റെ എന്തോ ഒരു ചാർജാണ് ഇത്രയും ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുത്തിരുന്നത്. പിന്നെ അതിന് പുറമെ സംസ്ഥാനത്ത്
ആദ്യമായിട്ട് പാലക്കാട് അനുവദിച്ച Brewery. ഡിസ്റ്റിലറി brewery, ആ ഡിസ്റ്റിലറി distillery സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിലും എക്സൈസ് എക്സൈസിന്റെ കമ്മീഷണർ തലപ്പത്ത് വേണം. അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ മാത്രം എടുക്കുന്ന ഒരാൾ വേണമല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും ഉചിതമായവരെയാണ് എല്ലായിടത്തേക്കും മാറ്റിയിട്ടുള്ളത്. മനോജ് എബ്രഹാമിനെ മാറ്റിയിരിക്കുന്നതും കൃത്യമായ നിരീക്ഷണത്തോടു കൂടി തന്നെയാണ്. അപ്പോഴേ ഇതില് പിണറായി ആണോ ഇതിന്റെ ചരട് വലിച്ചേക്കുന്നത്, ശശിയാണോ? പി ശശിയാണ്. പി ശശി എന്ന് പറയുന്ന ആളെ പാർട്ടിയിൽ നിന്ന്, അതായത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ പാർട്ടിയിൽ ബ്രാഞ്ച് തലത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് പിണറായി വിജയൻ കൊണ്ട്, അതായത് ബ്രാഞ്ചിൽ നിന്ന് ഇരട്ടി ഹഡിൽസ് ചാടുന്ന പോലെ ചാടി സംസ്ഥാന സമിതിയിൽ കൊണ്ടെത്തിച്ചു. ഹഡിൽസ് ചാടുന്ന പോലെ ചാടിയാൻ കൊണ്ടെത്തിച്ചത്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് എത്തിച്ചെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കൻ ശശിയാണ് എന്നുള്ളത് പിണറായിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ പിണറായി ഇതിലൊരു ഫയലിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് ശശി എന്നുള്ളത് കൊണ്ടാണ്. കാര്യം ഈ പറയുന്ന കളങ്കിത വ്യക്തിത്വങ്ങളായിട്ടുള്ള എല്ലാവരെയും അദ്ദേഹം കൂടെ നിർത്തുന്നതിൽ ഇവിടുത്തെ സമൂഹം കുറ്റം പറയുമ്പോൾ പിണറായി എന്ന വ്യക്തിയെ, പിണറായി എന്ന മുഖ്യമന്ത്രിയെ, അല്ലെങ്കിൽ പിണറായി എന്ന പാർട്ടിക്കാരനെ അറിയുന്ന പാർട്ടിക്കാരനാണ് പി ശശി. പിണറായി എന്ന മുഖ്യമന്ത്രിയെ അറിയുന്ന, മുഖ്യമന്ത്രിയുടെ തല എന്തെന്നറിയാവുന്ന പിന്നെ ഫിനാൻസിൻ്റെ ആളാണ് KM എബ്രഹാം. അപ്പോൾ പിണറായി വിജയന് നമ്മൾ പറയുന്നു കൂടെ നിർത്തിയിരിക്കുന്നവർ കളങ്കിത വ്യക്തിത്വങ്ങളാണ്. പക്ഷെ അവര് കളങ്കിത വ്യക്തിത്വങ്ങൾ നമ്മൾ പറയുകയുള്ളൂ. പിണറായി വിജയൻ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ഇവരെ കൊണ്ടൊക്കെ ഇന്ന കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ പറ്റും. അവർ തന്നെ പാലം വലിക്കില്ല, താനും അവരെ പാലം വലിക്കില്ല. അപ്പം മനോജ് എബ്രഹാമിനെ വെച്ചത് മോളുടെ കേസ് വിജിലൻസിന്റെ അന്വേഷണം, ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ പോകും. റിവ്യൂ പെറ്റീഷനിൽ വിജിലൻസ് കോടതി അന്വേഷിക്കും. വിജിലൻസ് അതിന്മേൽ ഹൈക്കോടതി ഉത്തരവ് വരും. വിജിലൻസിന്റെ അന്വേഷണം പോയിട്ട് അതിന്റെ ഈ റിവ്യൂ പെറ്റീഷൻ എന്തായാലും അന്വേഷിച്ചേ പറ്റൂ. എന്നിട്ട് ഹൈക്കോടതി പറയണം കേരള സർക്കാർ അന്വേഷിക്കാൻ പറയുമ്പോഴത്തേക്ക് അന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞൊന്നും ചുമ്മയാണ്, മാത്യു കൊല്ലാണെന്ന് വേറെ പണിയില്ലേ എന്ന റിപ്പോർട്ട് മനോജ് എബ്രഹാം കൊടുക്കും. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പറയുന്നത് പോലെ DGP സ്ഥാനത്തേക്കുള്ള പിടിവലി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ 5ാം സ്ഥാനത്താണ് എന്തായാലും അജിത് കുമാർ ഉള്ളത്. അപ്പോ പിന്നെ അതിന് തൊട്ട് മുകളിലുള്ളതൊക്കെ ഈ പറയുന്ന മനോജ് എബ്രഹാമും ഒക്കെയാണ്. അപ്പൊ ശരിക്കും അങ്ങനെ ഓരോ മാറ്റവും ഒക്കെ വരികയാണെങ്കിൽ എന്തായാലും സാധ്യത കൂടുതലും, നമ്മളിതൊക്കെ MR അജിത് കുമാറിനെന്ന് പറഞ്ഞാലും സാധ്യത കൂടുതലുള്ളത് മനോജ് എബ്രഹാമിനാണ്. മനോജ് എബ്രഹാമാണ് CPM-ന് ഏറ്റവും അഭിമതനായ. അതായത് ഒരു ത്രാസിൽ വെച്ചിട്ട് മനോജ് എബ്രഹാമും അജിത് കുമാറിനെ നോക്കിയാൽ മനോജ് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ പരിഗണന. അപ്പൊ പക്ഷെ പറയുമ്പോൾ MR അജിത് കുമാർ പിണറായിയുടെ വേണ്ടപ്പെട്ടയാളാണ്. തീർച്ചയായിട്ടും. പക്ഷെ വേണ്ടപ്പെട്ടയാളാണ് എന്ന് പറയുമ്പോഴും ഒരുപാട് കളിച്ചു നോക്കി ആ സ്ഥാനത്തേക്ക് വരാനായിട്ട് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ അത് പ്രീത പറയുമ്പോൾ RSS നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതുകൂടെ ഞാൻ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് അങ്ങ് പോകാം. അതായത് അദ്ദേഹത്തിന് ഇതിനകത്ത് ബന്ധങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന് ഈ പോയെന്നും സംസാരിച്ചെന്നൊക്കെ പറയുന്നത് സത്യമാണ്. ഇനി പറഞ്ഞോളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ RSS നേതാക്കളെയൊക്കെ കണ്ടതും വേറൊന്നിനുമൊക്കെ ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ഈ 5ാം സ്ഥാനത്ത് കിടക്കുന്ന ഒരാളെ UPSC ഈ പേരുകൾ നോക്കിയിട്ട് 5ാം സ്ഥാനത്തുള്ള ഒരാൾക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ലിസ്റ്റിൽ കയറ്റി വിടാൻ പറ്റും. അവിടെ നിന്ന് ഈ ഒരു പരിഗണന, ഒരു അനുമതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടാലും അവര് കുറച്ച് മെറിറ്റും ഹൈറാർക്കിയും ഒക്കെ നോക്കുമല്ലോ, സീനിയോറിറ്റി നോക്കുമല്ലോ, സർവീസിന്റെ സീനിയോറിറ്റി നോക്കുമല്ലോ. അപ്പൊ അത് നോക്കുമ്പോൾ മനോജ് എബ്രഹാമിനായിരിക്കും സാധ്യത. അങ്ങനെയാണെങ്കിൽ അതുമല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വടക്കേന്ത്യക്കാരനെ കൊണ്ടു നിർത്തുക. അതാവുമ്പോ പഞ്ചപുച്ച മടക്കി സുരേഷ് രാജ് പുരോഹിതുണ്ട്. അതിൽ പിന്നെ വേറെ പിന്നെ ഈ പറയുന്ന ഇദ്ദേഹം തന്നെയുണ്ട്, നമ്മുടെ ഈ യോഗേഷ് ഗുപ്ത തന്നെയുണ്ട്. പിന്നെ ഇങ്ങനെ സാധ്യത കുറവാണ്. ഏതായാലും ഈ പേര് 5 പേരിൽ വടക്കേ ഇന്ത്യക്കാര് ആയിട്ടുള്ള ഈ പിന്നെ കേരള കേഡർ വിട്ടിട്ടുള്ള കേഡറിലെ ഡൽഹി കേഡറിലെ ആൾക്കാരുണ്ട്. അവരിൽ ആരെങ്കിലും ആവുമ്പോൾ ഇപ്പൊ ദർവേഷ് സാഹിബിനെ ഇരുത്തിയിരിക്കുന്നു. ഒരു പണ്ട് അനിൽകാന്തിനെ ഇരുത്തിയിരുന്നു. ദർവേഷ് സാഹിബ് അജിത് കുമാറിന് എതിരെ കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ദർവേഷ് സാഹിബിനെ ചെയ്യണം എന്നുണ്ടെങ്കിലും നടക്കാത്തൊരു അവസ്ഥയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ DGP സ്ഥാനത്തേക്ക് MR അജിത് കുമാർ എന്ന് നമ്മൾ വെറുതെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ സാധ്യതയില്ലല്ലോ. ADGP അജിത് കുമാർ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എക്സൈസ് കമ്മീഷണർ പദവി തന്നെ അദ്ദേഹത്തിന് ഈ ഭരണം തീരുന്നത് വരെയുള്ള, അതായത് ഇനി 10 മാസമുണ്ട്. അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന വേറൊരു പദവി, ഏറ്റവും മികച്ചൊരു അതായത് എന്താ പറയാ, ശമ്പളവും കിമ്പളവും തലേ കൂടി മോളി കൂടി അടി കൂടിയൊക്കെ സർക്കാരിനെ പിന്നെ സഹായിക്കാനും അദ്ദേഹത്തിന് കഴിയും.
തീർച്ചയായിട്ടും സർക്കാർ ഉദ്ദേശിക്കുന്ന അതുകൂടെയാണല്ലോ. ഈ എക്സൈസ് കോൺഗ്രസിലെ തമ്മിലടി കാരണം അവസാനം ഈ പറയുന്ന പ്രബുദ്ധ കേരളം തിരഞ്ഞെടുക്കുന്നത് ഈ 3.0 ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ പിന്നെയും വെച്ചടി കയറ്റമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ 5ാമത്തെ പേരായിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സർവീസ് ഇനിയും ബാക്കിയുണ്ട്. ഒരിക്കൽ കൂടെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് DGP ആവാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ രണ്ടാമത് നമ്മൾ ഈ പറയുന്ന മറ്റൊന്നുമല്ല, പിന്നെ മനോജ് എബ്രഹാമിന് ഇങ്ങനെ ഒരു മാറ്റം കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ ഈ DGP ആകും എന്ന് ഇപ്പോൾ പറയുന്നത് നടക്കാനുള്ള സാധ്യതയില്ല. അവർക്ക് ദ്രവിഡ് സാഹിബിനെ ആക്കിയതുപോലെ ഒരു സൂപ്പർ DGP ആയിട്ട് അജിത് കുമാറിനെ ഇരിക്കുന്ന പോലെ ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഏതെങ്കിലും മറ്റ് ഹിന്ദിക്കാരെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ആക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ പേരിന് സുരേഷ് രാജ് പുരോഹിതനെ പോലെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അവരെ ആരെങ്കിലുമൊക്കെ ആക്കുകയാണെങ്കിൽ പേരിനൊരു DGP ബാക്കി കളികൾ കളിക്കാൻ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ തലപ്പത്ത്, പോലീസ് തലപ്പത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന അഴിച്ചുപണി എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷ്യമൊക്കെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി, ഇപ്പോൾ പ്രീത ചോദിച്ചു മുഖ്യമന്ത്രി അറിയുന്നതാണ്, മുഖ്യമന്ത്രി അറിയുന്നില്ല. പിന്നെ ഒന്നുകൂടെ നമുക്കിതിൽ പറഞ്ഞു വയ്ക്കാം, ഈ പറയുന്ന രീതിയിൽ അജിത് കുമാർ ആയിരുന്നാലും പിന്നെ ശശി ആയിരുന്നാലും അവർക്കെല്ലാം RSSുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. പിണറായിയെ ഈ മകളുടെ കാര്യത്തിൽ ഡൽഹിയിൽ സഹായിക്കുമെന്ന് പറയുന്നത് RSSൻ്റെ ജില്ലാ കാര്യവാഹ് തുടങ്ങി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ഒരു വൻ നെറ്റ്വർക്ക് ശശിക്കറിയാം, അജിത് കുമാറിനറിയാം. ആ നെറ്റ്വർക്കിൻ്റെ ഗെയിമും കൂടെയാണ് ഇവിടെ ഈ മകളുടെ കേസിൽ ഇങ്ങനെ അന്വേഷണമൊക്കെ പോകുന്നതും ഒന്നുമാകാതെ പോകുന്നതും. അപ്പോൾ ഇതിൻ്റെ ചുരുക്കെഴുത്ത് ഇത്രയേ ഉള്ളൂ. ഈ തലപ്പത്തെ മാറ്റം, മനോജ് എബ്രഹാമിന് വരുത്തിയിരിക്കുന്ന മാറ്റം, അജിത് കുമാറിന് വരുത്തിയിരിക്കുന്ന മാറ്റം, ഫലത്തിൽ അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ 2 ആൾക്കാർ 2 കീ പോസ്റ്റിൽ ഭരണത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ, അത്രമാത്രം.